ക്ലാസ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് സ്വാഗതം. നമ്മൾ +1 കെമിസ്ട്രിയുടെ 12th ചാപ്റ്റർ ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് പ്രിൻസിപ്പിൾസ് എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലാണ് ഉള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയ്ക്ക് കാർബണിൻ്റെ കുറേ ഫീച്ചേഴ്സ് പ്രോപ്പർട്ടീസാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഓർഗാനിക് കെമിസ്ട്രി ഇത്ര ഇമ്പോർട്ടൻ്റ് ആയത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇതിനെ എങ്ങനെയാണ് ഓർഗാനിക് കോമ്പൗണ്ടുകൾ വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്, ഒരുപാട് മില്യൺസ് ഓർഗാനിക് കോമ്പൗണ്ടുകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ. എങ്ങനെയാണ് ഇതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ കോമ്പൗണ്ടുകളെ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. സ്ട്രക്ചറൽ റെപ്രസെൻറ്റേഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്നുള്ളതാണ്. ഈ ടോപ്പിക്ക് നമ്മുടെ ബോർഡ് എക്സാമുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഇത് ക്ലിയർ ആണ് എങ്കിൽ മാത്രമാണ് ക്വസ്റ്റ്യൻ എന്താണ് എന്ന്, മോളിക്യൂൾ എന്താണ് എന്നുള്ളത്, കോമ്പൗണ്ട് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ പഠിച്ച സാധനം തന്നെ ആയിരിക്കും, പക്ഷേ അത് വേറൊരു രീതിയിലായിരിക്കും അവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ആ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന മോളിക്യൂള് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് കഴിയില്ലല്ലോ. അതുകൊണ്ട് ഈ റെപ്രസെൻറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോമ്പറ്റേറ്റീവ് എക്സാംസിന്. അതുകൊണ്ട് നല്ല ക്ലാരിറ്റി ഉണ്ടാകണം നമ്മൾ പഠിക്കുന്ന കൺസെപ്റ്റിന്. പ്രധാനമായിട്ടും നമ്മളിവിടെ 4 തരത്തിലുള്ള സ്ട്രക്ചറാണ് നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ടുകൾ 4 തരത്തിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഒന്ന് അതിൻ്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ, രണ്ട് അതിൻ്റെ കണ്ടൻസ്ഡ് സ്ട്രക്ചർ, മൂന്നാമത്തത് ബോണ്ട് ലൈൻ സ്ട്രക്ചർ, നാലാമത്തത് 3D സ്ട്രക്ചർ. അല്ലാത്ത രീതികളിലൊക്കെ ഉണ്ട്. പ്രധാനപ്പെട്ട 4 തരത്തിലാണ് നമ്മൾ ഇതിൻ്റെ ഓർഗാനിക് കെമിസ്ട്രിയുടെ പഠനം എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് 4 തരത്തിലാണ് മോളിക്യൂളുകളെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ 4 തരത്തിലും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഈ ആദ്യത്തെ 3 തരത്തിലും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ മാറി മാറി ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഈ 3 പ്രത്യേകിച്ച് ആദ്യത്തെ 3 നല്ല ക്ലാരിറ്റി ഉണ്ടാകണം. നാലാമത്തെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മെക്കാനിസംസ്, റിയാക്ഷൻസിൻ്റെ മെക്കാനിസംസ് ഒക്കെ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നെക്സ്റ്റ് ഇയർ 4 ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ 4 ചാപ്റ്റേഴ്സിനകത്ത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പല കോമ്പൗണ്ടുകളെ കുറിച്ചും അതിൻ്റെ പ്രോപ്പർട്ടീസ്, കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ പഠിക്കും. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻസ് പഠിക്കുമ്പോൾ അതിൻ്റെ റിയാക്ഷൻസ് മെക്കാനിസം പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ മോളിക്യൂൾസിൻ്റെ ഒരു സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റിനെ കുറിച്ച് നല്ല ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് വിഷ്വലൈസ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. വിഷ്വലൈസ് ചെയ്താലാണ് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാനായിട്ട് കഴിയുന്നത്. ഓക്കെ, അത് നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ പ്രധാനമായിട്ടും നോക്കുന്നത് ഈ 4 തരത്തിൽ എങ്ങനെയാണ് ഒരു മോളിക്യൂളിനെ ഡിനോട്ട് ചെയ്യുന്നത്, റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതല്ല. ആദ്യത്തേത് കംപ്ലീറ്റ് സ്ട്രക്ചർ, അതിനെ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ ആണ്. ശരിക്കും ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ തന്നെയാണ് ഇത്. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ സ്ട്രക്ചർ പൂർണ്ണമായും വരക്കുന്നതാണ്. ഇവിടെ ഓൾ ദ ബോണ്ട്സ് ബിറ്റ്വീൻ ആറ്റംസ് ആർ ഡിനോട്ടഡ് ബൈ ഡാഷ്. എല്ലാ ബോണ്ടും നമ്മൾ കാണിക്കും ഒരു ഡാഷ് ഉപയോഗിച്ചിട്ട്. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ 1 ഡാഷ്, ഡബിൾ ബോണ്ട് ആണെങ്കിൽ 2 ഡാഷ്, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ 3 ഡാഷ്. നമ്മൾ സാധാരണ അറിയാവുന്ന പോലെ തന്നെ. ഉദാഹരണത്തിന് ഈഥൈൻ മോളിക്യൂൾ, അതിൻ്റെ മോളിക്കുലാർ ഫോർമുല എന്താണ്? C2H6 ആണ് അല്ലേ? അതിൻ്റെ മോളിക്കുലാർ ഫോർമുല എന്ന് പറഞ്ഞാൽ C2H6 ആണ്. ഇത് നിങ്ങൾ നേരത്തെ പഠിച്ചതാണ്. ഈത്തൈൻ, ഇത്തീൻ, ഇത്തൈൻ. ഇത്തീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? C2H4 ആണ്. C2H2 ആണ്. 10th പഠിച്ചാണ് അല്ലേ? ഈത്തൈൻ, ഇത്തീൻ, ഇത്തൈൻ. ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത് ബോണ്ടുകൾ പൂർണ്ണമായും. ഇതിനകത്ത് എത്ര ബോണ്ടാണ് ഉള്ളത്? കാർബൺ കാർബൺ ഒരു സിംഗിൾ ബോണ്ടും ബാക്കി കാർബൺ ഹൈഡ്രജൻ സിംഗിൾ ബോണ്ടും സിഗ്മ ബോണ്ടുകളും ഉള്ളത്. അത് പൂർണ്ണമായും എക്സ്പ്രസ് ചെയ്യുന്നതിന് ഈ ഡാഷ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഈ കാർബണിന് ചുറ്റും 4 വാലൻസി കംപ്ലീറ്റ് ആകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. 1 2 3 4. ഈ കാർബൺ ആണെങ്കിൽ 1 2 3 4. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും C2H4 ആണെന്നുണ്ടെങ്കിൽ അത് ഇത്തീനാണ്. 10th പഠിച്ചിട്ടുണ്ട്. ഇത്തീൻ ആണെങ്കിൽ ഡബിൾ ബോണ്ട് വേണം. അപ്പോൾ ഇത് കാർബൺ കാർബൺ ആ ബോണ്ടുകൾ പൂർണ്ണമായും കാണിക്കാനുള്ള ഡബിൾ ബോണ്ട് ഉണ്ട്. 4 ഹൈഡ്രജനുമായിട്ട് സിംഗിൾ ബോണ്ടാണ് ഉള്ളത്, അല്ലെങ്കിൽ സിഗ്മ ബോണ്ട്സ് ആണ് ഫോം ചെയ്തിരിക്കുന്നത്. അത് പൂർണ്ണമായും എക്സ്പ്രസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കംപ്ലീറ്റ് സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. ഇവിടെ ഇത്തൈൻ ആണെന്നുണ്ടെങ്കിൽ YNE ആണെന്നുണ്ടെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് വേണമെന്ന് അറിയാം. അല്ലെങ്കിൽ C2H2ൻ്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ ഇതാണ്. C2H2 കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ടാണ്. അപ്പോൾ ബോണ്ടുകൾ പൂർണ്ണമായും എക്സ്പ്രസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അതിൻ്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. എന്ത് പറയുന്നത്? കംപ്ലീറ്റ് സ്ട്രക്ചർ. വേറൊരു മോളിക്യൂൾ മെത്തനോൾ, CH3OH ആണ് മെത്തനോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 10th നമ്മൾ പഠിച്ചിട്ടുണ്ട് CH3OH. CH3OH അതിനായിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത് CH3OH. ഇവിടെ കുറച്ചുകൂടി ആർഭാടത്തിൽ എഴുതിയിട്ടുണ്ട്. ഓക്സിജന് മുകളിലും 2 ഇലക്ട്രോൺ, താഴത്തും 2 ഇലക്ട്രോൺ. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിരുന്നു നൈട്രജൻ്റെ അവിടെ 2 എക്സ്ട്രാ ഇലക്ട്രോൺ കാണിക്കാൻ കാരണം എന്താണ്? അത് ബോണ്ടിങ്ങിൽ പങ്കെടുക്കാത്തത് കൊണ്ടിട്ടാണ്. നൈട്രജൻ്റെ വാലൻസ് ഷെല്ലിൽ 5 ഇലക്ട്രോൺ ഉള്ളത്. ഓക്സിജൻ്റെ വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉള്ളത്? ഓക്സിജൻ്റെ വാലൻസ് ഷെല്ലിൽ 6 ഇലക്ട്രോൺസ് ഉള്ളത്. അറ്റോമിക് നമ്പർ 8 ആണ് ഓക്സിജൻ. അപ്പോൾ ഞാൻ പറഞ്ഞു പോകുന്നത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണോ. ഉള്ളിൽ 2 ഇലക്ട്രോൺ 2, 8ൽ 2 പോയി, ബാക്കി പുറത്ത് എത്ര ഉണ്ടാവും? 6 ഇലക്ട്രോൺസ് ഉണ്ട്, 6 ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ഓക്സിജൻ
2 ബോണ്ട് ഇവിടെ ഫോം ചെയ്തു, 2 ഇലക്ട്രോൺ ബോണ്ടിങ്ങിൽ പങ്കെടുത്തു, ബാക്കി 4 ഇലക്ട്രോൺ എന്തുണ്ട്? നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ് ആണ്, ബോണ്ടിങ്ങിൽ പങ്കെടുത്തിട്ടില്ല. അത് നമ്മളവിടെ റെപ്രസെൻറ്റ് ചെയ്യണം. ഇതാണ് കംപ്ലീറ്റ് സ്ട്രക്ചർ. അത് വേണമെങ്കിൽ ഒന്നും കൂടി ഇങ്ങനെ എഴുതാം. ഇതാണ് ശരിക്കും കംപ്ലീറ്റ് ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കംപ്ലീറ്റ് സ്ട്രക്ചർ. ഇലക്ട്രോൺസ് അൺപെയർഡ് ഇലക്ട്രോൺസ് കൂടി റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, ആ ഇലക്ട്രോണൊക്കെ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ടീച്ചർമാർ പറയും ഇവളാൾ ഉഷാറാണ്, അവനാൾ അടിപൊളിയാണ്, അവന് കൺസെപ്റ്റ് ക്ലിയർ ആണ്, ജഗ് ജില്ലിയാണെന്ന് വിചാരിക്കും. നമുക്ക് എല്ലാം അറിയാമെന്ന് വിചാരിക്കും. സംഭവം നമുക്കൊന്നും അറിയാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷേ ഇങ്ങനെ ചെറിയ ചെറിയ ട്രിക്സ് ഉപയോഗിച്ച് പിന്നെയുള്ള ഗുണം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, നമ്മൾ ഭയങ്കര ബ്രില്യൻ്റ് ആണ്, കുട്ടിക്ക് കൺസെപ്റ്റ് ക്ലിയർ ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും പിന്നീടുള്ള മാർക്കിങ്ങിനെ അത് സ്വാധീനിക്കും. ആദ്യം തന്നെ പൊട്ടത്തെറ്റും ഒക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല. ആൻസർ ഷീറ്റ് നോക്കുമ്പോഴത്തേക്കും ടീച്ചർമാരുടെ മൂഡ് അങ്ങനെയാണ്. പിന്നെ ടീച്ചർമാരും മനുഷ്യരാണല്ലോ, ഇത് മാനുവൽ ആണല്ലോ, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് മാർക്കിംഗ് അല്ലല്ലോ. അപ്പോൾ മാനുവലി ചെക്ക് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പേപ്പർ എടുത്തു കഴിയുമ്പോൾ തന്നെ ഒന്നാമതിൻ്റെ ഹാൻഡ് റൈറ്റിങ് വായിക്കാനൊരു സുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ ടീച്ചർമാർ ഇങ്ങനെ ഇട്ട് പോകും. അതിൽ ആദ്യത്തെ ആൻസറും രണ്ടാമത്തെ ആൻസറൊക്കെ ശരിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓട്ടോമാറ്റിക് അത് മെൻ്റലി അവരെന്താവും, ഈ കുട്ടി നല്ല കുട്ടിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ മെൻ്റലി അവർ മാർക്ക് കൊടുക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ചൂഴ്ന്ന് നോക്കൂല അതിനകത്ത് തെറ്റുണ്ടാവുന്നുള്ളത്. അതൊരു സൈക്കോളജിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ട്രിക്കൊക്കെ ഉപയോഗിച്ചാൽ ഇങ്ങനെ 2 ഇലക്ട്രോണൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിന് ചുറ്റുവട്ടം മൊത്തം ഇട്ട് വെക്കരുത്. അപ്പോൾ അറിയാൻ പറ്റും ഇവൻ ഒന്നും അറിയാൻ പാടില്ലെന്ന് മനസ്സിലാവും. അങ്ങനെയല്ല, കറക്റ്റായിട്ട് 4 ഇലക്ട്രോൺ ഇവിടെ ഇടുക. നൈട്രജൻ ആണെങ്കിൽ എത്രയാണ് ബാലൻസ് വന്നത് ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞിരുന്നു 2 ഇലക്ട്രോൺ വന്നു. അപ്പോൾ ഇതിനെയാണ് കംപ്ലീറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. കംപ്ലീറ്റ് CH3OH നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. വേറൊരു മോളിക്കൂളാണ് 2-deoxycytidine. അതിൻ്റെ മോളിക്കുലർ ഫോർമുല ഇതാ C9H13N3O4. C9H13N3O4 ഇതാണ് അതിൻ്റെ മോളിക്കുലർ ഫോർമുല. അതിൻ്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ ഇത് വരച്ച് തീരണമെന്നുണ്ടെങ്കിലോ, വരച്ച് തീരണമെങ്കിൽ ഒരു പേപ്പർ, ഒന്നാമത്തെ സമയം പോകും, രണ്ടാമത്തെ ഒരു പേപ്പർ ഇതിനു വേണ്ടി മാത്രം വേണ്ടി വരും അല്ലേ. കംപ്ലീറ്റ് സ്ട്രക്ചർ ഇവിടെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാ, ഓക്സിജന് ചുറ്റും 4 ഇലക്ട്രോൺ കാണിച്ചിരിക്കുന്നു, ബാക്കി 2 ഫോം ചെയ്തിട്ടുള്ളൂ. നൈട്രജന് ചുറ്റും 3 ബോണ്ട്, ബാക്കി 2 ഇലക്ട്രോൺ അൺപെയർഡ് നോൺ ബോണ്ടിങ് ഇലക്ട്രോൺ. കണ്ടോ, അതിൻ്റെ കംപ്ലീറ്റ് സ്ട്രക്ചറാണെന്ന്. ഓക്കെ, രണ്ടാമത്തത് കണ്ടൻസ്ഡ് സ്ട്രക്ചറാണ്. കംപ്ലീറ്റ് സ്ട്രക്ചർ കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തത് കണ്ടൻസ് ചെയ്യുക, ഒന്ന് ചെറുതാക്കുക. ഈ കണ്ടൻസ്ഡ് സ്ട്രക്ചറിൽ നമ്മൾ എല്ലാ ബോൺസും ഒമിറ്റ് ചെയ്യും, കാണിക്കൂല. എന്തൊഴികെ? മൾട്ടിപ്പിൾ ബോൺസ് ഒഴികെ. ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും മാത്രമേ കാണിക്കുകയുള്ളൂ, ബാക്കി സിംഗിൾ ബോണ്ടുകൾ എന്ത് ചെയ്യൂല, കാണിക്കൂല. അതാ ഉദാഹരണത്തിന് ഇതേ നമ്മൾ പറഞ്ഞത് കംപ്ലീറ്റ് സ്ട്രക്ചറാണ്. ഇതിനകത്ത് എല്ലാം എന്താണ്? സിംഗിൾ ബോണ്ടാണ്. സിംഗിൾ ബോണ്ട് നമ്മൾ കാണിക്കൂല. അപ്പോൾ എങ്ങനെ എഴുതും? CH3 എങ്ങനെ എഴുതും? CH3 ഇവിടെ ബോണ്ട് കാണിച്ചില്ല കേട്ടോ. CH3 കണ്ടൻസ്ഡ്. ഇതിൻ്റെ മോളിക്കുലർ ഫോർമുല എന്താണ്? C2H6. അതാണ് അതിൻ്റെ മോളിക്കുലർ ഫോർമുല. ആ മോളിക്യൂളിൻ്റെ ഫോർമുല എന്താണ്? C2H6 ആണ്. അതിൻ്റെ കണ്ടൻസ്ഡ് ഫോർമുല എന്താണ്? CH3. അതിൻ്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ എന്താണ്? ഇതാ ഇങ്ങോട്ട് വന്നേ. ഇതെല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്. ഡബിൾ ബോണ്ട് ഒമിറ്റ് ചെയ്യാൻ പറ്റൂല, എക്സെപ്റ്റ് മൾട്ടിപ്പിൾ ബോൺസ് എന്നാണ് പറഞ്ഞത് അല്ലേ. ഓൾ ദി ബോൺസ് ആർ ഒമിറ്റഡ് എക്സെപ്റ്റ് ദ മൾട്ടിപ്പിൾ ബോൺസ് എന്നാണ്. ഡബിൾ ബോണ്ടോ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടോ, മൾട്ടിപ്പിൾ ബോൺസ് ഒമിറ്റ് ചെയ്യാൻ പറ്റില്ല. കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ട്. കാർബൺ ഡബിൾ ബോണ്ട് കാണിച്ചു, ബാക്കി ഈ സിംഗിൾ ബോണ്ടോ കാണിക്കുന്നില്ല. അവിടെ H2 എന്ന് നേരിട്ട് എഴുതിയേക്കാണ്. ഈ സിംഗിൾ ബോൺസ് കാണിക്കുന്നില്ല, അവിടെ H2 എന്ന് നേരിട്ട് എഴുതിയേക്കുന്നത്. CH2 ഡബിൾ ബോണ്ട് CH2. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലും ഈ കാർബൺ ട്രിപ്പിൾ ബോണ്ട് കാണിക്കും. ഈ ബോണ്ട്, ഈ ഡാഷ് കാണിക്കൂല അവിടെ. CH. സിമ്പിളാണല്ലേ. അതായത് സിംഗിൾ ബോണ്ടുകൾ ഒഴിവാക്കിയിട്ട് അതിന് ജോയിൻ ചെയ്ത് എഴുതുക. ഇവിടെ ഇത് നോക്കിയേ, കണ്ടോ. ഈ സിംഗിൾ ബോണ്ടുകളൊന്നും കാണിക്കില്ല, മറിച്ച് എങ്ങനെ എഴുതുന്നത്? CH3 CH2 OH. ഇതൊക്കെ സിംഗിൾ ബോണ്ടുകളാണ്. ആ സിംഗിൾ ബോണ്ടുകളൊന്നും കാണിക്കണില്ല, എല്ലാം കമ്പൈൻ ചെയ്ത് എഴുതുന്നതേ ഉള്ളൂ. ഇവിടെ നോക്കിയേ, CH3 NH CH2 CH3 കണ്ടോ. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കണ്ടൻസ്ഡ് സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. ഈ കണ്ടൻസ്ഡ് സ്ട്രക്ചർ വേണമെങ്കിൽ ഒന്നും കൂടി കമ്പൈൻ ചെയ്തിട്ട് റെഡ്യൂസ് ചെയ്തിട്ട് എഴുതാനായിട്ട് കഴിയുന്നത്. ഇതൊരു കണ്ടൻസ്ഡ് സ്ട്രക്ചറാണ് അല്ലേ. സിംഗിൾ ബോണ്ടൊന്നും കാണിച്ചിട്ടില്ല. CH3 CH2 CH3 അല്ലേ. ഇത് കണ്ടൻസ്ഡ് സ്ട്രക്ചറാണ്. ഇതിനെ വേണമെങ്കിൽ ഒന്നുകൂടി നമുക്ക് കണ്ടൻസ് ചെയ്യാം. എങ്ങനെയാണ്? ഈ CH2 എത്ര ഉണ്ടെന്ന് നോക്കിയാൽ ഒരേപോലത്തെ കോമ്പൗണ്ടുകൾ, സ്പീഷീസ് CH2 1 2 3 4 5 6 ടൈംസ് അത് റിപ്പീറ്റ് ചെയ്താൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാൻ കഴിയും? ആദ്യം അവസാനം അതുപോലെ തന്നെ എഴുതുക. CH3 അകത്തുള്ള ഒരേപോലുള്ള സ്പീഷീസിനെ 6 ടൈംസ് ആണെന്ന് കാണിക്കുക. CH3 CH2 6 ടൈംസ് CH3.
അതായത് ആദ്യവും അവസാനവും നമ്മൾ അതുപോലെ തന്നെ കാണിച്ചത് CH3 CH3. അകത്തുള്ള ഒരേപോലത്തെ സ്പീഷീസ് ആണെങ്കിൽ ഇങ്ങനെ കാണിക്കാൻ കഴിയുള്ളൂ കേട്ടോ. ഇതിനെ നമ്മളെന്ത് വിളിക്കും? ഇതിനെ കണ്ടൻസ്ഡ് സ്ട്രക്ചർ. അപ്പോൾ ഒന്നും കൂടി കണ്ടൻസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും? ഒന്നും കൂടി കണ്ടൻസ് ചെയ്ത് എഴുതാനായിട്ട് കഴിയും. കംപ്ലീറ്റ് സ്ട്രക്ചർ, കണ്ടൻസ്ഡ് സ്ട്രക്ചർ. മൂന്നാമത്തേതാണ് ബോണ്ട് ലൈൻ സ്ട്രക്ചർ. ബോണ്ട് ലൈൻ സ്ട്രക്ചർ. ഈ ബോണ്ട് ലൈൻ സ്ട്രക്ചർ അതാണ് ഒരു സിംപ്ലസ്റ്റ് ഫോം. അതാണ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ മിക്കവാറും ഈ ബോണ്ട് ലൈൻ സ്ട്രക്ചറുകൾ കാണിക്കും. കോമ്പറ്റേറ്റീവ് എക്സാംസിന് ക്വസ്റ്റ്യൻ പേപ്പറിന് ഒരു ലുക്ക് കിട്ടുന്നത് തന്നെ ഈ ബോണ്ട് ലൈൻ സ്ട്രക്ചർ കാണുമ്പോഴാണ്. ഓർഗാനിക്, അതായത് ചില കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഈ ഓർഗാനിക് കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻസ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും ഇത് ഓർഗാനിക് കോമ്പൗണ്ടുകളാണെന്ന് പെട്ടെന്ന് മനസ്സിലാവും. ആ ഏരിയ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഈ ബോണ്ട് ലൈൻ സ്ട്രക്ചർ ആണ് ഏറ്റവും സിമ്പിളായിട്ടുള്ളത്. അത് എഴുതി വിഷമിക്കില്ല. കാർബൺ ഹൈഡ്രജൻസ് ആർ നോട്ട് ഷോൺ. കാർബണോ ഹൈഡ്രജനോ അതിനകത്ത് കാണിക്കില്ല. കാർബണോ ഹൈഡ്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈഡ്രോ കാർബൺസിൽ കാർബണോ ഹൈഡ്രജനും കാണിക്കില്ല. അത് ഫങ്ഷണൽ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടാണെങ്കിൽ കാണിക്കും. അല്ലാതെ കാർബണോ ഹൈഡ്രജൻ നോർമലി ഈ CH3 CH2 CH എന്നുള്ള ആ കാർബണോ ഹൈഡ്രജൻ എന്ത് ചെയ്യില്ല, അതിനകത്ത് കാണിക്കില്ല. ദ ലൈൻസ് റെപ്രസെൻറ്റിംഗ് CC ബോണ്ട്സ് ആർ ഡ്രോൺ ഇൻ സിഗ്സാഗ് ഫാഷൻ. ഈ കാർബൺ കാർബൺ ബോണ്ടുകളെ നമ്മളിങ്ങനെ സിഗ്സാഗ് ഫാഷനിലാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ. വേറൊന്ന്, ദ ഓൺലി ആറ്റംസ് സ്പെഷ്യലി റിട്ടൺ ആർ ഓക്സിജൻ, നൈട്രജൻ, ഹാലജൻസ്. ഇതിനകത്ത് ഓക്സിജൻ, നൈട്രജൻ, ഹാലജൻസ് അത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും, അത് കാണിക്കും. കാർബണോ ഹൈഡ്രജനും കാണിക്കില്ല എന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഓക്സിജനും നൈട്രജനും ഹൈഡ്രജനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അത് റെപ്രസെൻറ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ ദ ഫ്രീ ടെർമിനൽസ് ഡിനോട്ട് മീഥൈൽ ഗ്രൂപ്പ്. മീഥൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ CH3 ഗ്രൂപ്പാണ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഈ ഫ്രീ സിഗ്സാഗ് ഷേപ്പിൻ്റെ ഒരു ടെർമിനൽ അറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് CH3 ഗ്രൂപ്പാണ്. എൻ്റെ എന്താണ് CH3 ഗ്രൂപ്പാണ്. ഈ ടെർമിനൽ എന്തായിരിക്കും, അത് ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്, CH3 ആയിരിക്കും. എന്തായിരിക്കും, CH3 ആയിരിക്കും. അത് നമ്മൾ 2-3 എഴുതുമ്പോഴത്തേക്ക് മനസ്സിലാവും. എന്താ ഉദാഹരണത്തിന് എന്താ 2 ബ്രോമോ ബ്യൂട്ടേൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ട്, അതിൻ്റെ ഫോർമുല ഇതാണ് CH3 CH Br CH2 CH3. ഇത് ഞാൻ ഒന്നുകൂടി വിശാലമായിട്ട് എഴുതിയാണ് കേട്ടോ. CH3 CH ഒരു Br ഇങ്ങോട്ടുണ്ട്, ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ടും ഉണ്ട്, പിന്നെ CH2 ഉണ്ട്, CH3. മൊത്തം 1 2 3 4 4 കാർബണാറ്റം ഉള്ളത് അല്ലേ. അപ്പോൾ 4 കാർബണാറ്റം ഉള്ളപ്പോൾ ഇതാ ഇവിടെ ഒരു കാർബണാറ്റം, രണ്ടാമത്തെ കാർബണാറ്റം, മൂന്നാമത്തെ കാർബണാറ്റം, നാലാമത്തെ കാർബണാറ്റം ഉണ്ടോ. ഈ അറ്റം എന്ന് പറഞ്ഞാൽ ടെർമിനൽ എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, അത് CH3 ആണ്. മീഥൈൽ ഗ്രൂപ്പാണ് CH3. ഈ ടെർമിനൽ എന്താണ്, CH3 ആണ്. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ ഹൈഡ്രജനും കാർബണും അത് കാണിക്കില്ല എന്ന് പറഞ്ഞു. ഹൈഡ്രജനും കാർബണും ഇവിടെ ഉണ്ട്, കാണിക്കില്ല. പിന്നെ എന്തുണ്ട്, Br. Br എന്താണ്, ഒരു ഹാലജനാണ്. ഓക്സിജൻ, നൈട്രജൻ, ഹാലജൻ. ഓക്സിജൻ, നൈട്രജൻ, ഹാലജൻ എന്നാണ് പറഞ്ഞത്. ഹാലജൻ എന്ന് പറഞ്ഞാൽ എന്താകാം, ബ്രോമിൻ ആകാം, ക്ലോറിൻ ആകാം, അയഡിൻ ആകാം, ഫ്ലൂറിൻ ആകാം, ഏത് ഹാലജൻ വേണമെങ്കിലും ആകാം. ഇവിടെ ബ്രോമിനാണ്. ആ ബ്രോമിനെ നമ്മൾ എന്ത് ചെയ്യണം, കാണിക്കണം. അതായത് ഫസ്റ്റ് സെക്കൻഡ് കാർബണാറ്റത്തിൽ ഒരു ബ്രോമിൻ ഉണ്ട് അല്ലേ. സെക്കൻഡ് കാർബണാറ്റത്തിൽ ഒരു ബ്രോമിൻ ഉണ്ട്, സെക്കൻഡ് കാർബണാറ്റത്തിൽ ഒരു ബ്രോമിൻ ഉണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യും, ഇതാ ഇങ്ങനെ കാണിക്കും, ബ്രോമിൻ. ഇത്രേ ഉള്ളൂ. നോക്കിയേ, സിമ്പിൾ അല്ലേ, ക്ലിയർ അല്ലേ. ഇതാ ഇങ്ങനെ കിട്ടും Br CH. ഇവിടെ ഞാൻ ശ്രദ്ധിക്കേണ്ടത് അറിയാമോ, അതാ ഇവിടെ CH3 ആണ്, ഇവിടെ 3 എണ്ണം ഉണ്ട്, 3 ബോണ്ട് ഉണ്ട്. അവിടെ എത്ര ഹൈഡ്രജൻ ബാക്കി ഉണ്ടാവും, ഒരു ഹൈഡ്രജൻ ബാക്കി ഉണ്ടാവും. കാരണം കാർബണിന്റെ വാലൻസി 4 3 എണ്ണേ ഉള്ളൂ. അതിനർത്ഥം ഒരു ഹൈഡ്രജൻ ബാക്കി ഉണ്ടെന്നാണ്. ഇവിടെ 2 എണ്ണല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ടാവും, 2 ഹൈഡ്രജൻ ഉണ്ടാവും. 2 ഹൈഡ്രജൻ ഉണ്ട്, നമ്മൾ എഴുതിയില്ലാന്നേ ഉള്ളൂ. ഇവിടെ വാലൻസി 1 അങ്ങോട്ട് പോയി, ബാക്കി എത്ര ഹൈഡ്രജൻ ഉണ്ടാവും, 3 ഹൈഡ്രജൻ ഉണ്ട്. 3 ഹൈഡ്രജൻ നമുക്ക് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഓർത്താൽ മതി. ഓക്കെ. ഇങ്ങനെ 2 പോയിന്റ് ഉള്ളതാണെങ്കിൽ അവിടെ 2 ഹൈഡ്രജൻ ഉണ്ടാവും. 3 കൂടിയ ജംഗ്ഷൻ ആണെങ്കിൽ അവിടെ ബാക്കി ഒരു ഹൈഡ്രജൻ ഉണ്ടാവും. 1 ഉള്ളെങ്കിൽ അവിടെ എന്തുണ്ടാവും, ബാക്കി 3 ഹൈഡ്രജൻ ഉണ്ടാവും. ഓക്കെ. വേറൊരു കോമ്പൗണ്ട് നോക്കി, 1 2 3 4 4 കാർബണാറ്റം ഉള്ളു അല്ലേ. 1 2 3 4 4 കാർബണാറ്റം. എന്താ ഞാൻ 1 2 3 4 ടെർമിനൽ CH3 ആണ്. ഇതൊക്കെ CH3 ആണ്. രണ്ടാമത്തെ കാർബണാറ്റത്തിൽ OH ഉണ്ട്. രണ്ടാമത്തെ കാർബണാറ്റത്തിൽ OH ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതാ OH. ബാക്കി CH2 കാർബൺ ഹൈഡ്രജനും കാണിക്കില്ല, CH3 കാർബൺ ഹൈഡ്രജനും കാണിക്കില്ല. ഇത്രേ ഉള്ളൂ. നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, ഇതാ ഇങ്ങനെ എഴുതാനായിട്ട് കഴിയും. അപ്പോൾ കാർബണാറ്റം എത്ര ഉണ്ടെന്ന് നോക്കുക, അതനുസരിച്ച് എന്ത് ചെയ്യുക, സിഗ്സാഗ് ഷേപ്പ് ഉണ്ടാക്കുക. ഇതാ ഇതൊന്ന് നോക്കിയേ, CH3 CH2 CH CH3 CH2 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 CH2. ഇവിടെ എത്ര കാർബണാറ്റം ഉണ്ട്, 1 2 3 4 5 6 7 8 അല്ലേ. അപ്പോൾ 1
നമ്മൾ തുടങ്ങുന്നിടത്ത് 1 ഉണ്ട് കേട്ടോ. 1 2 3 4 5 6 7 8 അല്ലേ? 1 2 3 മൂന്നാമത്തെ കാർബൺ ആറ്റത്തിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. 1 2 3 മൂന്നാമത്തെ കാർബൺ ആറ്റത്തിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. മീഥൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ടെർമിനൽ കാണിച്ചാൽ മതിയല്ലേ? അപ്പോൾ ഈ ടെർമിനൽ താഴത്തേക്ക് കാണിക്കരുത്, അത് മുകളിലേക്ക് കാണിക്കുക ഇങ്ങനെ. കാരണം എന്താ? ഈ ഇടക്കോട്ട് നമ്മൾ എഴുതരുത്. ഇവിടെയാണെങ്കിൽ മുകളിലേക്ക് കാണിക്കുക, ഇവിടെയാണെങ്കിൽ താഴത്തേക്ക് കാണിക്കുക. ഇവിടെ നമ്മൾ മുകളിലേക്ക് എഴുതരുത്. അതിനൊരു കുറച്ച് വൃത്തി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനെ ഇടക്കോട്ട് കാണിക്കാതിരിക്കുക. ഇങ്ങനെ ടെർമിനൽ മുകളിലേക്ക് കാണിക്കുക, അവിടെ കാണിക്കുക. ഈ കാർബണാറ്റാണെങ്കിൽ ഇങ്ങോട്ട് കാണിക്കുക. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ എന്താ? ഇത്രയും എഴുതുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ എഴുതിയാൽ മതി. നോക്കിയാൽ അതിൻ്റെ ഷേപ്പ് നോക്കിയാൽ ഇങ്ങനെ കാണിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിൽ നിന്ന് താഴത്തേക്ക് ഒരു ലൈൻ കണ്ട. അപ്പോൾ ഈ ടെർമിനൽ വരുന്നത് CH3 ആണ്. CH3 ആണ്. CH3 ആണ്. CH3 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 ടെർമിനൽ എന്താണ്? CH3 ആയിരിക്കും. ഇതാ വേറൊരു എക്സാമ്പിൾ. ഇതിനകത്ത് നോക്കിയേ, CH3 1 2 3 4 5 അല്ലേ? 1 2 3 4 5 ശ്രദ്ധിക്കണേ. 1 2 3 4 5 സെക്കൻഡ് കാർബണാറ്റത്തിൽ 2 മീഥൈൽ ഗ്രൂപ്പ്. സെക്കൻഡ് കാർബണാറ്റ് ഇതാണ് അല്ലേ? 2 മീഥൈൽ ഗ്രൂപ്പ്. 2 മീഥൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെ കാണിക്കുക, മുകളിലേക്ക് വേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇനി നാലാമത്തെ കാർബണാറ്റിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ്. ഇതാ ഇവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പ് കണ്ടോ? ഞാൻ എല്ലാം ഇവിടെ നിന്നാണ് തുടങ്ങിയത് അല്ലേ? മുകളിൽ നിന്നാണ് തുടങ്ങിയത്. ഞാൻ ഇപ്പോൾ 1 2 3 4 5 ഇതാ ഇങ്ങനെ തുടങ്ങിയാലോ? 1 2 3 4 5 അതും ശരിയാണ്. എന്നിട്ടോ രണ്ടാമത്തെ കാർബണാറ്റത്തിൽ 2 മീഥൈൽ ഗ്രൂപ്പ്. നാലാമത്തെ കാർബണാറ്റത്തിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ്. ഇതാ ഇതും സെയിം ആണ് എന്ന് അറിയണം. ഇനി ഞാൻ ഇതിന് പകരം 1 2 3 4 5 അതിന് പകരം എന്താ? 1 2 3 4 5 ഇങ്ങനെ എഴുതി. രണ്ടാമത്തെ കാർബണാറ്റത്തിൽ 2 മീഥൈൽ ഗ്രൂപ്പ്. നാലാമത്തെ കാർബണാറ്റത്തിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ്. ഇതും ഒക്കെ സെയിം ആണ് എന്നുള്ള അറിവ്. ഞാനിതാ പറഞ്ഞത്, എക്സാമിന് ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോമ്പൗണ്ടുകൾ വളരെ സിമ്പിളായിരിക്കും, നിങ്ങൾക്ക് പരിചയമുള്ള കോമ്പൗണ്ടുകളായിരിക്കും. പക്ഷേ ഇങ്ങനെ ചരിച്ചും മറിച്ചോ കൊടുക്കുമ്പോഴത്തേക്കും കൺഫ്യൂഷൻ ആവും. അപ്പോൾ കൺഫ്യൂഷൻ ആകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് അതിനെക്കുറിച്ചൊരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇതിനകത്ത് ഹൈഡ്രജനും കാർബണും നമ്മൾ യാതൊരു കാരണവശാലും എന്ത് ചെയ്യില്ല, ഡിനോട്ട് ചെയ്യില്ല. കണ്ടോ? അങ്ങനെ കൊടുക്കാം. എല്ലാം സെയിമാണ്, ഞാൻ വരച്ചതെല്ലാം കറക്റ്റ്. ഇത് വേറൊന്നാണ്, CH2 4 ടൈംസ് CHO. ഇവിടെ എത്ര കാർബണാറ്റം ഉണ്ട്? ഇവിടെ കാർബണും ഹൈഡ്രജനും കാണിക്കില്ല എന്ന് നമ്മൾ പറഞ്ഞത്. കാർബണും ഹൈഡ്രജനും കാണിക്കില്ല, പക്ഷേ ഓക്സിജനും നൈട്രജനും ഹാലജനും കാണിക്കും. ഇവിടെ ഓക്സിജൻ ഉണ്ട്, ആ ഓക്സിജൻ്റെ കൂടെ ഉള്ള കാർബണെ നമുക്ക് മിസ്സാക്കാൻ കഴിയില്ല. കാരണം ഇതിനെ നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്, അത് നമ്മൾ പിന്നീട് പഠിക്കും. ആ ഫങ്ഷണൽ ഗ്രൂപ്പിനെ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് തന്നെ കാണിക്കും. ഈ ഓക്സിജൻ്റെ കൂടെ കാർബൺ ഉണ്ട്, അതുകൊണ്ട് ആ ഗ്രൂപ്പിനെ ഒരുമിച്ച് കാണിക്കണം, അത് മിസ്സാക്കാൻ പാടില്ല. ബാക്കിയുള്ള കാർബൺ ഹൈഡ്രജനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പിന്നെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇവിടെ 4 എണ്ണം ഉണ്ടല്ലേ? 4 എണ്ണം എനിക്കിങ്ങനെ കാണിക്കാനായിട്ട് 1 2 3 4. ഇവിടെ ഒരു CHO ഗ്രൂപ്പ് ഉണ്ട്, ഞാൻ അതിനിതാ CHO എന്ന് എഴുതി. ഇവിടെ ഒരു CHO ഗ്രൂപ്പ് ഉണ്ട്, ഞാൻ അതിന് CHO എന്ന് ഇങ്ങനെ എഴുതി. ക്ലിയർ അല്ലേ? ബാക്കിയുള്ള ഹൈഡ്രജനും കാർബണിനെയും ഇതാ 1 2 3 4 ഒരു CHO ഞാൻ അങ്ങോട്ട് എഴുതി, ഒരു CHO ഞാൻ ഇങ്ങോട്ട് എഴുതി. ഈ CHO കാണിക്കുമ്പോൾ ഇവിടെ ഈ കാർബണെയും ഹൈഡ്രജനെയും കാണിക്കാൻ കാര്യം എന്താ? ഈ കാർബണിനെ ഹൈഡ്രജനെ എഴുതാൻ കാര്യം എന്താ? അത് ഓക്സിജൻ്റെ കൂടെ വന്നതുകൊണ്ടാണ് കേട്ടോ. ഇത് CHO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഡിഹൈഡ് ഗ്രൂപ്പാണ്, ഫങ്ഷണൽ ഗ്രൂപ്പാണ്, പ്രത്യേക കാറ്റഗറിയാണ്. അത് നമ്മൾ പറയും എന്താണെന്നുള്ള പിന്നീട് പഠിക്കും. അല്ലാത്ത എല്ലാ കാർബണെയും ഹൈഡ്രജനെയും നമ്മൾ എന്ത് ചെയ്യണം, ലൈൻ ഉപയോഗിച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ സൈക്ലിക് കോമ്പൗണ്ടുകളുണ്ട്, ഓർഗാനിക് കെമിസ്ട്രിയിൽ തന്നെ സൈക്ലിക് കോമ്പൗണ്ടുകളുണ്ട്. CH2 എല്ലാം കാർബണും ഹൈഡ്രജനുമാണ്. നമ്മൾ അതാ ഇങ്ങനെ വരച്ചാൽ മതി. ഇനി 5 എണ്ണമുള്ള സൈക്ലിക് കോമ്പൗണ്ട് 5 വശം വരച്ചാൽ മതി. കേട്ടോ, നമുക്കറിയാലോ, 2 വശമാണെങ്കിൽ ബാക്കി 2 എണ്ണം എന്തായിരിക്കും, ഹൈഡ്രജനാണ്. 2 ഹൈഡ്രജനാണ് ഉള്ളത്. ഇവിടെ 2 എണ്ണമാണ് ബോണ്ട്, 2 ബോണ്ടാണ് ഉള്ളത്, ബാക്കി 2 എണ്ണം എന്തായിരിക്കും, ഹൈഡ്രജനാണ്. അപ്പോൾ കാർബൺ ഹൈഡ്രജൻ ജസ്റ്റ് ഇനിയിപ്പോൾ 4 എണ്ണം ഉള്ളതാണെന്ന് വിചാരിക്കുക. CH2 എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ എഴുതിയാൽ മതി. ഇതൊരു കോമ്പൗണ്ട്, ഒരു ഓർഗാനിക് കോമ്പൗണ്ടാണ്. ഈ റെക്ടാങ്കിൾ ഇങ്ങനെ വരച്ചാൽ അതൊരു ഓർഗാനിക് കോമ്പൗണ്ടാണ്. ഒരു സ്ക്വയർ ഇങ്ങനെ വരച്ചാൽ ഒരു ഓർഗാനിക് കോമ്പൗണ്ടാണ്. അതിന് 6 എണ്ണമുള്ളതാണെങ്കിലോ CH2. ഇവിടെ CHCl ആണ്. ഹാലജൻ വന്നു കേട്ടോ. അപ്പോൾ CH2 നമ്മൾ എന്ത് ചെയ്യുന്നതാ 1 2 3 4 5 1 2 3 4 5 6th കാർബണിൽ ഇത് നമ്മൾ ഇവിടെ നിന്ന് 1 കൗണ്ട് ചെയ്യണമെങ്കിൽ 1 2 3 4 5 6th കാർബണിൽ എന്തുണ്ട്, കാർബണോ ഹൈഡ്രജനും കാണിക്കണ്ട, Cl ഒരു ബോണ്ടാണ്. Cl എന്താ, ഒരു ബോണ്ടാണ്.
അതൊരു ഹാലജൻ ഒരു ഗ്രൂപ്പാണ്. ഹാലജൻ ഒറ്റക്കൊരു ഗ്രൂപ്പാണ്. ഇവിടെ നേരത്തെ പറഞ്ഞതിനകത്ത് ഓക്സിജൻ ഒറ്റക്കൊരു ഗ്രൂപ്പല്ല, CHO എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ്. അതുകൊണ്ടാണ് നമ്മൾ CHO മൊത്തം എഴുതിയത്. ഇവിടെ എന്താണ്, ഇവിടെ കാർബൺ ഈ റിങ്ങിനകത്തുള്ളത്, ഹൈഡ്രജൻ അതുപോലെ ഒരു ബോണ്ടാണ് ശരിക്കും. ഇവിടെ CH2 എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ 2 ബോണ്ടാണ്. ഈ CH2 എന്ന് പറഞ്ഞാൽ 2 ബോണ്ടാണ്. ഈ CH2 എന്ന് പറഞ്ഞാൽ 2 ബോണ്ട്സ് അവിടെ ഉണ്ട് ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ. അതൊന്നും ആ ഹൈഡ്രജൻ ബോണ്ടുകളൊന്നും നമ്മൾ കാണിക്കില്ല. നമ്മൾ കാണിക്കുന്നത് Cl-ൻ്റെ ബോണ്ട് മാത്രമായിരിക്കും. അപ്പോൾ സൈക്ലിക് കോമ്പൗണ്ടുകൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ബോണ്ട് ലൈൻ സ്ട്രക്ചർ ഉപയോഗിച്ചിട്ട് എഴുതാനായിട്ട് കഴിയും. ബോണ്ട് ലൈൻ സ്ട്രക്ചർ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഒന്ന് കംപ്ലീറ്റ് സ്ട്രക്ചറാണ്, രണ്ടാമത്തത് കണ്ടൻസ്ഡ് സ്ട്രക്ചറാണ്. പിന്നെ വീണ്ടും സിമ്പിളായിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ബോണ്ട് ലൈൻ സ്ട്രക്ചർ ഉപയോഗിക്കുന്നത്. നമുക്ക് അറിയാമല്ലോ, നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഐഡിയാസ് കിട്ടുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള 1-2 പ്രോബ്ലംസ് കൂടി നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ക്ലിയർ ആവും. എക്സ്പാൻഡ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടൻസ്ഡ് ഫോർമുലാസ് ഇൻ ടു ദെയർ കംപ്ലീറ്റ് സ്ട്രക്ചർ. അത് എഴുതി പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഭയങ്കര സിമ്പിളായിട്ട് പിന്നെ ഓർഗാനിക് കെമിസ്ട്രി ഈസി ആയിട്ട് തോന്നുന്നത്. CH3 CH2 CO CH2 CH3. നമ്മൾ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ 2 പ്രോബ്ലം ചെയ്യാനായിട്ട് ഞാൻ ഒന്ന് എഴുതിയതാണ്. നോക്കൂ, ഈ ഇതിൻ്റെ എക്സ്പാൻഷൻ പിന്നെ കംപ്ലീറ്റ് സ്ട്രക്ചറാണ് നമ്മൾ എഴുതേണ്ടത്. എല്ലാ ബോണ്ടും കാണിക്കണമല്ലോ. അപ്പോൾ കാണിച്ചോളി. കാർബൺ 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 സിംഗിൾ ബോണ്ടാണ്. ഈ കാർബണും സിംഗിൾ ബോണ്ടാണ്. ഈ കാർബണും സിംഗിൾ ബോണ്ടാണ്. ഈ കാർബണും സിംഗിൾ ബോണ്ടാണ്. ഈ കാർബണിൽ 3 ഹൈഡ്രജൻ ഉണ്ട്. 3 ഹൈഡ്രജൻ ഞാൻ എഴുതി. ഈ കാർബണിൽ 2 ഹൈഡ്രജൻ ഉണ്ട്, അല്ലെ H2 ആണ്, 2 ഹൈഡ്രജൻ എഴുതി. ഈ കാർബണിൽ 1 ഓക്സിജൻ ഉണ്ട്. ഈ ഓക്സിജൻ എവിടെ വരും? ഇവിടെ 2 ബോണ്ടേ വന്നിട്ടുള്ളൂ. ബാക്കി ഓക്സിജൻ എന്താണ്? ഇവിടെയാണ്. ഈ കാർബണിൽ 2 ഹൈഡ്രജൻ ഉണ്ട്, ഞാൻ 2 ഹൈഡ്രജൻ എഴുതി. ഈ കാർബണിൽ 3 ഹൈഡ്രജൻ ഉണ്ട്, ഞാൻ 3 ഹൈഡ്രജൻ ഇങ്ങനെ എഴുതി. ഈ ഓക്സിജൻ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് വരക്കുന്നതും മുകളിലേക്ക് വരക്കുന്നതൊക്കെ സെയിം ആണ് കേട്ടോ. ഈ ഡബിൾ ബോണ്ട് ഞങ്ങൾക്ക് മുകളിലേക്ക് വരക്കാം. ഓക്കെ, ഇതാണ് കംപ്ലീറ്റ് സ്ട്രക്ചർ. ഓക്കെ, ഈ കണ്ടൻസ്ഡ് സ്ട്രക്ചറിനെ നമ്മൾ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ COC എന്ന് പറഞ്ഞാൽ സിയും കാർബണും തമ്മിലാണ് ബോണ്ടുള്ളത്. ഓക്സിജൻ പുറത്താളാണ്. ഏത് ഹൈഡ്രജൻ പുറത്താളായ പോലെ ഈ ഓക്സിജൻ പുറത്താളാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം കേട്ടോ. CH3 CH2 C ഡബിൾ ബോണ്ട് O CH2 CH3. അടുത്തത് C ഞാൻ എഴുതി. കാർബൺ ഇവിടെ ഉണ്ട്, ഒന്ന് എഴുതി. കാർബണും തമ്മിൽ ഡബിൾ ബോണ്ടാണ്, C എഴുതി. ഇവിടെ നോക്കൂ, CH2 ത്രൈസ് എന്ന് വെച്ചാൽ എന്താ? CH2 ത്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ? CH2 3 പ്രാവശ്യം ഉണ്ടെന്നാണ് അല്ലേ? CH2 3 പ്രാവശ്യം ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? 1 2 3. പിന്നെ ലാസ്റ്റ് എന്തുണ്ട്? CH3. C ഹൈഡ്രജൻ 3 എണ്ണം ഉണ്ട്. ഹൈഡ്രജൻ 3 എണ്ണം. ഇവിടെ കാർബണിൻ്റെ ഒരു ഹൈഡ്രജൻ ഉണ്ട്. ഈ കാർബണിൻ്റെ അവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്. പിന്നെ CH2 ആണ്. അതെല്ലാം 3 എണ്ണം. ഈ CH2 3 ടൈംസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ CH2 ആണ് അല്ലേ? CH2 ഇത് 3 CH2 ആണ്. കാർബൺ ലാസ്റ്റ് എന്താണ്? CH3 ആണ്. CH3 ഉണ്ടോ? എല്ലാത്തിൻ്റെ വാലൻസ് 4 ആണെന്ന് ഉറപ്പുവരുത്തണേ. ഇത് 4 ആണ്, ഇവിടെ 4 ആണ്, ഇവിടെ 4 ആണ്, ഇത് 4 ആണ്, ഇത് 4 ആണ്, ഇത് 4 ആണ്. എല്ലാം കാർബണിൻ്റെ വാലൻസ് എപ്പോഴും എന്തായിരിക്കണം? കംപ്ലീറ്റ് സ്ട്രക്ചറിൽ പെട്ടെന്ന് മനസ്സിലാവും. അതാണ് കംപ്ലീറ്റ് സ്ട്രക്ചറിൽ ക്ലിയർ ആയിട്ട് ആ 4 വാലൻസി കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ ഈ കണ്ടൻസ്ഡ് സ്ട്രക്ചറിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇലാബോറേറ്റ് ചെയ്തിട്ട് നമ്മൾ ലൈൻ സ്ട്രക്ചറായിട്ട് മാറ്റുകയാണ്. ക്ലിയർ ആണല്ലോ? സ്ട്രക്ചറൽ ഫോർമുല, കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുല എഴുതാനായിട്ട് ചിലപ്പോൾ ചോദിക്കും. ഇപ്പോൾ വരച്ചത് CH3 CH ഡബിൾ ബോണ്ട് CH 3 പ്രാവശ്യം CH2 CH3. For each of the following compounds, write a condensed formula and also their bond line formula. ഇവിടെ ഒരു കോമ്പൗണ്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കണ്ടൻസ്ഡ് ഫോർമുല എഴുതണം ആദ്യം, എന്നിട്ട് ബോണ്ട് ലൈൻ സ്ട്രക്ചർ വരക്കണം. കണ്ടൻസ്ഡ് ഫോർമുല എന്ന് പറഞ്ഞാൽ OH CH2 CH2 CH2. ഇവിടെ 3 പ്രാവശ്യം CH2 റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. CH CH3 CH CH3 CH3. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമല്ലോ. OH CH2 3 ടൈംസ്. പിന്നെ നമുക്കിത് CH3 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. CH3 ടോയ്സ് എന്ന് എഴുതാനായിട്ട് കഴിയും. ഇവിടെ ഒരേപോലത്തെ സ്പീഷീസേ നമുക്ക് ബ്രാക്കറ്റിൽ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ഞാൻ പറഞ്ഞു CH2 3 പ്രാവശ്യം ഞാൻ ആ CH2 ട്രിപ്പിൾ. പിന്നെ ബാക്കിയുള്ളത് നോക്കൂ, CH3. ഈ CH3 കൂട്ടാൻ പറ്റില്ല. കാരണം എന്താ? 2 കാർബൺ ആറ്റത്തിലാണ്. ഈ കാർബൺ ആറ്റത്തിൽ ഒരെണ്ണേ ഉള്ളൂ. അത് അതുപോലെ തന്നെ എഴുതി. പക്ഷേ ഈ കാർബൺ ആറ്റത്തിൽ CH3 ഉണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു CH3 എഴുതിയിട്ടുണ്ട് അല്ലേ? CH3. സോ ആ CH3, ഈ CHലുള്ള ഈ 2 CH3 ഞാൻ എന്ത് ചെയ്തു? CH3 ടോയ്സ്.
ഇനി അതിൻ്റെ കണ്ടൻസ്ഡ് സ്ട്രക്ചർ എങ്ങനെ എഴുതാനായിട്ട് കഴിയും, ലൈൻ സ്ട്രക്ചർ എങ്ങനെ എഴുതാനായിട്ട് കഴിയും? നമ്മൾ എണ്ണി നോക്കണം. കാർബൺ 3 4 5 അല്ലേ, 5 കാർബണാണ് വേണ്ടത്. സോ 1 2 3 4 5 5 കാർബൺ. ഈ ഫസ്റ്റ് കാർബണിൽ ഒരു OH. OH എഴുതാൻ കാര്യം എന്താണ്? ഓക്സിജൻ്റെ കൂടെ ഹൈഡ്രജൻ വന്നതുകൊണ്ടാണ് OH എഴുതിയത്. പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിവിടെ നമ്മൾ എഴുതി, ഈ കാർബൺ ആറ്റത്തിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ടല്ലേ, ഈ കാർബൺ ആറ്റത്തിൽ സെക്കൻഡ് ലാസ്റ്റ് കാർബൺ ആറ്റത്തിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ്. ഈ കാർബൺ ആറ്റത്തിൽ ഹൈഡ്രജൻ കാണിക്കില്ല, മീഥൈൽ ഗ്രൂപ്പ് 2 എണ്ണം ഉണ്ട്. മീഥൈൽ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ടെർമിനൽ, 2 ടെർമിനൽ. ക്ലിയർ അല്ലേ? നോക്കൂ, ഇവിടെ നമ്മൾ ആദ്യം കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം എടുക്കണം. ഇവിടെ കാർബൺ ആറ്റം 3 എണ്ണം ഉണ്ട്, 4 പിന്നെ ഏതാണ് 5. ഇതൊക്കെ ബ്രാഞ്ച് ആണല്ലോ, ഇതൊക്കെ ബ്രാഞ്ചാണ്. അപ്പോൾ 5 എണ്ണം കാണിക്കണമെങ്കിൽ 1 2 3 4 5. ഫസ്റ്റ് കാർബൺ ആറ്റത്തിൽ ഒരു OH ഉണ്ട്, അത് OH നമ്മൾ ഇങ്ങനെ കാണിക്കും. നേരത്തെ പറഞ്ഞു ഫങ്ഷണൽ ഗ്രൂപ്പ് ആയതുകൊണ്ടാണ് അത് കാണിക്കുന്നത്. പിന്നെ ഫസ്റ്റ് കാർബൺ ആറ്റം, സെക്കൻഡ് കാർബൺ ആറ്റം, തേർഡ് കാർബൺ ആറ്റം. ഫോർത്ത് കാർബൺ ആറ്റത്തിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് കാർബൺ ആറ്റം മുകളിൽ കാണിക്കില്ല, നമ്മൾ താഴത്തേക്ക് ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഫോർത്ത് കാർബൺ ആറ്റത്തിൽ മീഥൈൽ ഗ്രൂപ്പ്. ഫിഫ്ത്ത് കാർബൺ ആറ്റത്തിൽ 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. സോ അത് നമ്മൾ എന്ത് എഴുതും? ഇങ്ങനെയും കാണിക്കും മീഥൈൽ ഗ്രൂപ്പ്. ക്ലിയർ അല്ലേ? ഇതാണ് അതിൻ്റെ ലൈൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബോണ്ട് ലൈൻ സ്ട്രക്ചർ. ഓക്കെ, ബോണ്ട് ലൈൻ സ്ട്രക്ചർ. വേറെ ഒന്നും നോക്കിയേ, ഈ കോമ്പൗണ്ടിൻ്റെ കണ്ടൻസ്ഡ് ഫോർമുല ആദ്യം എഴുതണം അല്ലേ. കണ്ടൻസ്ഡ് ഫോർമുല എഴുതിയിട്ട് വേണം ബോണ്ട് ലൈൻ ഫോർമുല എഴുതാൻ. കണ്ടൻസ്ഡ് ഫോർമുല ആദ്യം ഷോർട്ടാണ്. ഇതിനകത്ത് ഈ CN ഗ്രൂപ്പ് 2 പ്രാവശ്യം വന്നിട്ടുണ്ട് അല്ലേ. OH ഗ്രൂപ്പും ഉണ്ട്, CH ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ കഴിയും? അതിൻ്റെ കണ്ടൻസ്ഡ് ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OH ഗ്രൂപ്പ് വന്നിട്ടുണ്ട്, പിന്നെ ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ CN 2 പ്രാവശ്യം ഉണ്ട്. CN 2 ടൈംസ്, CN 2 ടൈംസ്. എല്ലാം ഈ കാർബൺ ആറ്റത്തിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സോ ഇതാണ് കാർബൺ ആറ്റം. അപ്പോൾ ആ കാർബൺ ആറ്റത്തിന് ഞാനിങ്ങനെ നടുക്ക് ഒരു പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൽ 1 OH ആണ്, 1 എന്താണ് ഹൈഡ്രജനാണ്, ബാക്കി 2 എന്താണ് CN ആണ് അല്ലേ. ബാക്കി 2 CN ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാൻ കഴിയും ഈ ബോണ്ട് ലൈൻ സ്ട്രക്ചറിൽ എന്ത് കാണിക്കില്ല? ഹൈഡ്രജൻ കാണിക്കില്ല, ബാക്കിയുള്ളത് മാത്രം മതി. അപ്പോൾ 3 എണ്ണേ ഉള്ളൂ അല്ലേ. 2 CN-ഉം 1 OH-ഉം. ഈ കാർബണിൽ ഹൈഡ്രജൻ കാണിക്കില്ല, OH-ഉം പിന്നെ 2 CN-ഉം ആണ്. കാർബണിൽ OH 2 CN. അതിനകത്ത് ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ഓക്കെ, OH 2 CN-ഉം CN-ഉം. എന്തുകൊണ്ടാണ് ഇവിടെ NC എന്ന് എഴുതിയേക്കണത്? ഈ ബോണ്ട് വന്നേക്കണ കാർബണിലേക്കാണ്, ഈ ബോണ്ട് വന്നേക്കണ കാർബണിലേക്കാണ്. അതുകൊണ്ടാണ് NC ഇവിടെ CN ഇങ്ങനെ എഴുതിയേക്കണത്. NC എന്നല്ലാതെ CN ആണ്, ഇത് CN ആണ്. ഇവിടെ ബോണ്ട് ഓക്സിജനിലേക്കാണ്, അതുകൊണ്ട് OH. അപ്പോൾ ഈ കോമ്പൗണ്ടിനെ നമ്മൾ ആദ്യം കണ്ടൻസ് ചെയ്തു, കണ്ടൻസ്ഡ് സ്റ്റേറ്റിലേക്ക് എഴുതി, എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ബോണ്ട് ലൈൻ സ്ട്രക്ചർ ആക്കിയിട്ട് മാറ്റി ചെയ്യണം. അപ്പോൾ കോമൺ സ്പീഷീസുകൾ എത്രയുണ്ടോ അതിന് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടൻസ്ഡ് സ്റ്റേറ്റിലേക്ക് എഴുതുമ്പോഴത്തേക്ക് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ബോണ്ട് ലൈൻ ഫോർമുല തന്നിട്ടുണ്ട്. Expand each of the following bond line formula to show all the atoms including carbon and hydrogen. എല്ലാം കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കാർബൺ ഹൈഡ്രജൻ ഉൾപ്പെടെയുള്ള കംപ്ലീറ്റ് സ്ട്രക്ചർ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് സ്ട്രക്ചർ. ഇതിനെ കംപ്ലീറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോർണറിൽ തൊട്ട് തുടങ്ങണം അല്ലേ. ആദ്യം നമുക്ക് ഈ 6 കാർബൺ ആറ്റംസിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. കാർബൺ 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 കാർബൺ. 6 കാർബൺ ആറ്റം ഞാൻ ഈ 6 കോർണറിൽ എഴുതി. ഇങ്ങോട്ട് ഒരു ബോണ്ട് ഉണ്ട്, ഇവിടെ ഒരു കാർബൺ ആറ്റം ഉണ്ടാവും. ഈ ടെർമിനൽ എന്താണ്? ടെർമിനൽ എന്ന് CH3 ആണല്ലേ. ഞാൻ അതിന് ഇങ്ങനെ എഴുതണം, കംപ്ലീറ്റ് കാണിക്കണം എന്ന് പറഞ്ഞേക്കണത്. ഇതൊരു CH3 ആണ്. ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ഒരു CH3 ഉണ്ട്. അപ്പോൾ ആ CH3നെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കാണിക്കണം. ഇവിടെ 3 എണ്ണേ ആയിട്ടുള്ളൂ, ബാക്കി ഇവിടെ എന്തുണ്ട്? ഒരു ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ 3 എണ്ണേ ആയിട്ടുള്ളൂ, ബാക്കി ഇവിടെ എന്തുണ്ട്? ഒരു ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ 2 എണ്ണേ ആയിട്ടുള്ളൂ, ബാക്കി ഇവിടെ എന്തുണ്ട്? 2 ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ 2 എണ്ണേ ആയിട്ടുള്ളൂ, ബാക്കി എന്തുണ്ട്? 2 ഹൈഡ്രജൻ കാണിക്കണം. ഇവിടെയോ ഇവിടെയും 2 ഹൈഡ്രജൻ കാണിക്കണം. ഇവിടെയോ ഇവിടെയും 2 ഹൈഡ്രജൻ കാണിക്കണം. കാരണം എന്താണ്? കാർബണിൻ്റെ വാലൻസി എപ്പോഴും 4 ആയിരിക്കണം. ഇവിടെ 2 വന്നിട്ടുള്ളൂ, 2 ഹൈഡ്രജൻ കാണിക്കണം. എല്ലായിടത്തും 4 വാലൻസി വന്നിട്ടുണ്ടാവും. 4 വാലൻസി വന്നിട്ടുണ്ടാവും. കാർബണും ഹൈഡ്രജൻ എല്ലായിടത്തും കംപ്ലീറ്റ് ആണ്. ഈ കാർബൺ ആറ്റത്തിൻ്റെ ഹൈഡ്രജൻ ഇത് ഇവിടെ വരച്ചൊന്നും വിചാരിച്ച് പ്രശ്നമൊന്നുമില്ല കേട്ടോ. 4 വാലൻസി കംപ്ലീറ്റ് ആയിരിക്കണം എന്നുള്ളൂ. ഇവിടെ ആകുമ്പോഴോ ഇവിടെയും 4 എണ്ണം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ടെർമിനൽ എന്ന് പറഞ്ഞാൽ അത് CH3 ആണെന്നുള്ള ഐഡിയ നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും വരണം. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് കഴിയും. ഇങ്ങനെ എഴുതാനായിട്ട് കഴിയും.
CH വന്നിട്ടൊരു C, അത് പിന്നെ CH3 ആണ്. ഇവിടെ ഇത് കാർബൺ ഹൈഡ്രജൻ കാണിക്കണം ശരിക്കും. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് CH3 എന്ന് എഴുതിയിട്ടുള്ളൂ. ആ CH3 എന്താണ് എലാബറേറ്റ് ചെയ്ത് കാണിക്കണം. ക്ലിയർ ആണല്ലോ? അപ്പോൾ 3 ഉള്ളിടത്ത് ഹൈഡ്രജൻ കൊണ്ട് സാറ്റിസ്ഫൈ ചെയ്യണം. കാരണം ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ. 2 ഉള്ളിടത്ത് 2 ഹൈഡ്രജൻ കൊണ്ട് സാറ്റിസ്ഫൈ ചെയ്യണം. കാരണം ഹൈഡ്രജൻ കാണിക്കാത്തതാണല്ലോ, കാർബൺ ഹൈഡ്രജനാണല്ലോ കാണിക്കാത്തത്. ഓക്കെ, ഇതാ വേറെ ഒരെണ്ണം ഇങ്ങനെയുള്ളു, പാമ്പ് പോലെ കിടക്കുകയാണ്. ഇതെന്താണ്? CH3, CH2, 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 CH3. അപ്പോൾ ഈ കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം എടുത്താൽ മതി. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. എന്നിട്ട് ആദ്യം എല്ലാത്തിനും സിംഗിൾ ബോണ്ടാണ്, ഡബിൾ ബോണ്ട് ഇല്ലല്ലോ. ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അവിടെ കാണിച്ചാണ്, എല്ലാം സിംഗിൾ ബോണ്ടാണ്. അറ്റത്തുള്ളതൊക്കെ എന്തായിരിക്കും? CH3 ആയിരിക്കും അല്ലേ? രണ്ടും CH3 ആയിരിക്കും. ഇതും എന്താണ്? CH3, CH3, CH3. ബാക്കി ഇതെല്ലാം 2 വീതം സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളൂ. ബാക്കി എന്തുണ്ടാവും? ഹൈഡ്രജൻ ഉണ്ടാവും. CH2 ഹൈഡ്രജൻ, CH2 4 വേണമല്ലോ എന്തായാലും. CH2 ഇതാ, CH2, CH2, CH2 ഉണ്ടാ, എല്ലായിടത്തും 4 വാലൻസി സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ കണ്ടൻസ്ഡ് ബോൺലൈൻ സ്ട്രക്ചർ തന്നു കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ എഴുതാനായിട്ട് കഴിയണം. ടെർമിനൽ CH3 ആയിരിക്കും, CH3 ആയിരിക്കും. ഇവിടെ ഒന്നും ഡബിൾ ബോണ്ട് ഇല്ല. ഇനി ഡബിൾ ബോണ്ട് കാണിച്ചാലോ? അതിവിടെ കാണിക്കണം. അപ്പോൾ കംപ്ലീറ്റ് സ്ട്രക്ചർ തന്നു കഴിഞ്ഞാൽ ബോൺലൈനിലേക്കും, ബോൺലൈൻ തന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റിലേക്കും മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് കഴിയണം. ഓക്കെ, ഇതാ വേറൊരു കോമ്പൗണ്ട് വന്നിരിക്കുന്നു. ഓക്കെ, ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ഉണ്ട് കേട്ടോ. ഇവിടെയും ട്രിപ്പിൾ ബോണ്ട് കാണിച്ചിരിക്കുന്നതിന് അർത്ഥം എന്താണ്? കാർബൺ ട്രിപ്പിൾ ബോണ്ട് കാർബൺ അല്ലേ? പിന്നെ സിംഗിൾ ബോണ്ടാണ്, സിംഗിൾ ബോണ്ട്. പിന്നെ ഒരു കാർബൺ ഇവിടെ ഉണ്ട്, കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട്. പിന്നെ ഇങ്ങോട്ടൊരു സിംഗിൾ ബോണ്ടാണ് അല്ലേ? പിന്നെ ഇങ്ങോട്ട് ഒരു സിംഗിൾ ബോണ്ടാണ്. ഇതെന്താണ്? CH3 ആണ്. ഞാനവിടെ CH3 എഴുതി. ടെർമിനലിലെ ടെർമിനൽ CH3 ആണ്. ഈ ബോണ്ടിൽ ഒരു OH ഉണ്ട്. ഇതാ അവിടെ ഞാനൊരു OH എഴുതി. പിന്നെ എന്താ ചെയ്യേണ്ടത്? വാലൻസി കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതാണ്. ഇതാ ഇവിടെ 3 ഉള്ളതുകൊണ്ട് ഞാൻ 4 ആക്കി ഹൈഡ്രജൻ കൊണ്ട്. ഇവിടെ 4 ഓൾറെഡി ഉണ്ട്. ഇവിടെ 2 ഉള്ളൂ, അതിനെ ഞാൻ 4 ആക്കണം. എന്താ, ഞാൻ 4 ആക്കി. ഇവിടെ 3 ഉള്ളൂ, അതിനെ ഞാൻ എന്താക്കണം? 4 ആക്കണം. ഇവിടെ ഓൾറെഡി 4 ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാനായിട്ട് കഴിയും? ഇതാ സ്ട്രക്ചർ നമുക്ക് ഇങ്ങനെ കമ്പൈൻ ചെയ്ത് എഴുതാനായിട്ട് കഴിയും. HC ട്രിപ്പിൾ ബോണ്ട് C, CH, COH, CH3. ഇവിടെ ഉള്ള ഈ OH അത് ഈ കാർബൺ ആറ്റത്തിൽ ഇങ്ങോട്ടുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാകണം. സോറി, ഇവിടെ ലാസ്റ്റ് കാർബൺ ആറ്റം ഇവിടെയാണ്, CH3 ആണ്. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്, CH3. ഓക്കെ, വേറൊരു കോമ്പൗണ്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ സിമ്പിളാണ് അല്ലേ? കാർബൺ കാർബൺ, ഇതാ ഒരു കാർബൺ ഇവിടെ, 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 ഒരു കാർബൺ ഇവിടെ. 4 ടെർമിനലും എന്താണ്? CH3 ആണ്. അതിന് എന്താക്കിയാൽ മതി? CH3 ആക്കിയാൽ മതി. H3. ഇതൊക്കെ 3 ഹൈഡ്രജൻസ് ആണ് കാണിക്കുക. അപ്പോൾ തന്നെ എന്തായി? CH3 ആയി. CH3. ഇനിയുള്ളതെന്ന് വെച്ചാൽ ഈ കാർബൺ ആറ്റംസ് എത്ര ആയിട്ടുള്ളൂ? ഈ 2 കാർബൺ ആറ്റംസ് 3 എണ്ണം വീതമേ ഉള്ളൂ. അപ്പോൾ അതിനൊരു ഹൈഡ്രജൻ, അതിന് ഓരോ ഹൈഡ്രജൻ കൊടുക്കുക. കാരണം ഇവിടെ ഡബിൾ ബോണ്ടൊന്നും ഇല്ലല്ലോ, എഴുതാൻ കഴിയും. ഇനിയിപ്പോൾ ഇത് മുകളിലേക്ക് ഹൈഡ്രജൻ മുകളിലേക്ക് എഴുതിയെന്ന് വിചാരിച്ച പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് സ്ട്രക്ചർ വരുമ്പോഴത്തേക്കും എന്താ ഇങ്ങനെ വരും. അതായത് കുറച്ചുകൂടി ഇവിടെയും കൂടി ശരിക്കും കാണിക്കണം, ഇൻക്ലൂഡിങ് ഓൾ ദി ആറ്റംസ് ഇൻക്ലൂഡിങ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ ശരിക്കും നേരത്തെ ഞാൻ വരച്ച പോലെ ഹൈഡ്രജൻ കാണിക്കണം. ഈ CH3 എന്ന് എഴുതിയാൽ പോരാ, അതിനെ കംപ്ലീറ്റ് ആയിട്ട് കാണിക്കണമെങ്കിൽ അതിന് 3 എന്ത് ചെയ്യണം? കാണിക്കണം. ഈ കാർബണിനകത്ത് 3 വാലൻസിയേ വരുവുള്ളായിരുന്നു. അതിൻ്റെ ഹൈഡ്രജൻ കൊണ്ട് എന്ത് ചെയ്യണം? അതിനെ സാറ്റിസ്ഫൈ ചെയ്യണം. 4 ബോണ്ട് ഉണ്ട് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തണം. ഇതും നിങ്ങൾ എലാബറേറ്റ് ചെയ്ത് എഴുതുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് ഓർഗാനിക് കോമ്പൗണ്ടുകളെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കംപ്ലീറ്റ് സ്ട്രക്ചർ, കണ്ടൻസ്ഡ് സ്ട്രക്ചർ, ബോൺലൈൻ സ്ട്രക്ചർ, ഇങ്ങനെ 3 തരത്തിലാണ് നമുക്ക് പ്രധാനമായിട്ടും എക്സ്പ്രസ് ചെയ്യാനായിട്ട് കഴിയുന്നത്. വേറൊന്നാണ് 3D സ്ട്രക്ചർ. 3D സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി വിഷ്വലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രക്ചറൽ റെപ്രസെൻറ്റേഷനാണ്. 3D സ്ട്രക്ചറിനകത്തേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ് വെഡ്ജ് ഈസ് യൂസ് ടു ഇൻഡിക്കേറ്റ് എ ബോണ്ട് പ്രൊജക്റ്റിംഗ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ പേപ്പർ ടുവാർഡ്സ് ദി ഒബ്സർവർ. നമ്മളിപ്പോൾ ഒരു പേപ്പറിൽ ഇങ്ങനെ ഒരു പിക്ചർ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ സോളിഡ് വെഡ്ജ് എന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ഈ തടിയുടെ ഒക്കെ ആപ്പ് എന്ന് പറയുമല്ലോ, ആ ആപ്പിൻ്റെ ഷേപ്പിലുള്ള വെഡ്ജ്, ഇങ്ങനെയുള്ള വെഡ്ജ്, അത് സോളിഡ് വെഡ്ജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോളിഡ്, അത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള വെഡ്ജുകൾ. ആ വെഡ്ജുകളായിരിക്കും
ഈ ഒബ്സർവർ വെച്ചാൽ ആരാണോ ആ ഇമേജ് നോക്കുന്നത് അയാളുടെ നേരെയുള്ള സൈഡിലേക്ക് കാണിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? അങ്ങോട്ടുള്ള ബോണ്ടിനെ എന്തുകൊണ്ടായിരിക്കും സൂചിപ്പിക്കുന്നത്? സോളിഡ് വെഡ്ജ് കൊണ്ടായിരിക്കും സൂചിപ്പിക്കുന്നത്. The dashed wedge is used to depict the bond projecting out of the plane, the paper and away from the observer. അതായത് ഡാഷ്ഡ് വെഡ്ജ് എന്ന് പറഞ്ഞാൽ ആ ആപ്പ് പോലത്തെ ഷേപ്പിൽ ഇതാ ഇങ്ങനെ ഡാഷ് ഇട്ടിട്ടുള്ള ഒരു വെഡ്ജ്. ഇപ്പോൾ 2 വെഡ്ജാണ് അതിനകത്ത് മെയിനായിട്ടുള്ളത്. ഒന്ന് സോളിഡ് വെഡ്ജും, 2 ഡാഷ്ഡ് വെഡ്ജും. ഈ ഡാഷ്ഡ് വെഡ്ജ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ പേപ്പർ ഞാൻ ഒരു ഇമേജ് ഇങ്ങനെ നോക്കിയാണ്. അപ്പോൾ ആ ഇമേജിൽ ഒരു സോളിഡ് വെഡ്ജ് ഉണ്ട് എങ്കിൽ ആ ബോണ്ടിൻ്റെ അർത്ഥം ആ ബോണ്ട് എൻ്റെ നേരെയാണ്, ഈ ഡയറക്ഷനിലാണ്. ഡാഷ്ഡ് വെഡ്ജ് എവേ ഫ്രം ദ ഒബ്സർവറാണ്, ഞാൻ നോക്കുന്ന ആളിൽ നിന്ന് അങ്ങോട്ടുള്ള സെക്ഷനിലായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് പേപ്പർ ഞാൻ പിടിക്കുന്നതെങ്കിൽ അപ്പുറത്തെ സൈഡിലേക്കുള്ള ബോണ്ട് ഞാൻ ഡാഷ്ഡ് വെഡ്ജ് ഉപയോഗിച്ചായിരിക്കും കാണിക്കുന്നത്. ഇങ്ങോട്ടുള്ള ബോണ്ടിനെ ഞാൻ സോളിഡ് വെഡ്ജ്, നല്ല ഡാർക്ക് ഷേപ്പിലുള്ള സോളിഡ് വെഡ്ജ് കൊണ്ടായിരിക്കും ഉപയോഗിക്കുന്നത്. ഓക്കെ, കാർബണിൻ്റെ കേസിൽ എത്ര വാലൻസി ഉണ്ടാവും? 4 ബോണ്ട് ഉണ്ടാവും. അപ്പോൾ 1, 2, ബാക്കി 2 ബോണ്ടോ? ആ 2 ബോണ്ട് ഈ പ്ലെയിനിലായിരിക്കും. മനസ്സിലായില്ലല്ലോ? മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മനസ്സിലാവും അല്ലേ? ഈ പേപ്പറിൽ എക്സ് ആക്സിസ് വൈ ആക്സിസ് ഉണ്ടാവും, അല്ലെങ്കിൽ 2 ആക്സിസിലായിരിക്കും ബാക്കി 2 ബോണ്ട് കിടക്കുന്നത്. അപ്പോൾ ഈ പേപ്പറിലുള്ള മുകളിലേക്കോ താഴത്തേക്കോ ആ 2 ബോണ്ട് കഴിഞ്ഞിട്ട് ബാക്കി 2 ബോണ്ട് ഉണ്ടല്ലോ, ഒരു ബോണ്ട് പുറത്തേക്കും ഒരു ബോണ്ട് അകത്തേക്കും. അകത്തേക്കെന്ന് വെച്ചാൽ ടുവേർഡ്സ് ദി ഒബ്സർവർ, നോക്കുന്ന ആളുടെ നേരെയാണ്. മറ്റേ എവേ ഫ്രം ദി ഒബ്സർവർ ആണ്, നോക്കുന്ന ആളുടെ അങ്ങോട്ടുള്ള ബോണ്ടിനെ നമ്മൾ ഡാഷ്ഡ് വെഡ്ജ് ഉപയോഗിച്ചിട്ടും മറ്റേതിനെ സോളിഡ് വെഡ്ജ് ഉപയോഗിച്ചിട്ടും കാണിക്കും. ബാക്കിയുള്ള 2 ബോണ്ടിനെ നമ്മൾ സാധാരണ സിംഗിൾ ഡാഷ് ഉണ്ടല്ലോ, ലൈൻ, സിംഗിൾ ബോണ്ട് കാണിക്കാനുള്ള ലൈൻ, അത് ഉപയോഗിച്ചിട്ടായിരിക്കും കാണിക്കുന്നത്. Wedges are shown in such a way that the broad end of the wedge is towards the observer. ഈ സോളിഡ് വെഡ്ജ് ഇങ്ങനെ വരക്കും എന്ന് പറഞ്ഞല്ലോ, സോളിഡ്. അപ്പോൾ ഈ ബ്രോഡ് എൻഡ് ഉണ്ടല്ലോ, ഈ വീതി കൂടിയത്, അത് പൊതുവേ ഒബ്സർവറുടെ നേരെ ആയിരിക്കും സാധാരണ കാണിക്കുന്നത്. അല്ലാത്ത കേസിന് ചില ടെക്സ്റ്റ് ബുക്കിനകത്തൊക്കെ അല്ലാതെയും കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരുടെ നേരെ ആയിരിക്കണം? അത് ഒബ്സർവറുടെ നേരെ ആയിരിക്കണം. ദ ബോണ്ട് ലൈങ് ഇൻ ദ പേപ്പർ ഓഫ് ദി പേപ്പർ ആർ ഡെപിക്റ്റഡ് ബൈ യൂസിങ് എ നോർമൽ ലൈൻ. ബാക്കിയുള്ള 2 ലൈനുകളും എങ്ങനെയായിരിക്കും? ബാക്കിയുള്ള 2 ബോണ്ടുകളും എങ്ങനെയായിരിക്കും? ആ പേപ്പറിലുള്ള ബോണ്ടുകളെ നമ്മൾ ലൈൻ ഉപയോഗിച്ചിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ബാക്കി 2 എണ്ണം ആ പേപ്പറിലുള്ള ബോണ്ടുകൾ എങ്ങനെയായിരിക്കണം? അപ്പോൾ ശരിക്കും നമുക്ക് 3D സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3D എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ഡയമെൻഷണൽ ആണല്ലോ. അതാ ഈ മോളിക്യൂൾ, മീഥെയ്ൻ മോളിക്യൂളാണിത്, CH4 എന്നുള്ളതാണ് അല്ലേ? ഇതിൽ 2 ബോണ്ട് എവിടെയാണ്? ആ പ്ലെയിനിലാണ് ഉള്ളത്, ആ പേപ്പറിലാണ് ഉള്ളത്. ഒന്ന് മോളിലേക്കും ഒന്ന് ഈ ആംഗിളിലും. 109 ഡിഗ്രി നമ്മൾ പഠിച്ചതാണ്. ഒന്ന് കണ്ടോ, ഡാഷ്ഡ് വെഡ്ജ്. ഇത് ഒബ്സർവറുടെ അപ്പുറത്തേക്കുള്ളതായിരിക്കും. ഒബ്സർവറുടെ നേരെ ഉള്ളതാണ് ഈ സോളിഡ് വെഡ്ജ്. കണ്ടോ, സോളിഡ് വെഡ്ജ് ബോണ്ട് ടുവേർഡ്സ് ദി ഒബ്സർവർ. ഒബ്സർവറുടെ നേരെ ആയിരിക്കണം. ഈ വീതി കൂടിയ ഭാഗം ഒബ്സർവറുടെ നേരെ ആയിരിക്കണം. ഇങ്ങനെ വേണം വരക്കാൻ, അല്ലാതെ ഇങ്ങനെ സോളിഡ് വെഡ്ജ് വരക്കരുത്. ഏത്? ഈ കൂർത്ത വശം ഒബ്സർവറുടെ നേരെ വരില്ല പൊതുവേ, അല്ലാത്ത കേസിലും വരക്കാറുണ്ട്. പക്ഷെ സോളിഡ് വെഡ്ജ് ഉദ്ദേശിക്കുന്നത് ആ ബ്രോഡ് എൻഡ് എങ്ങനെയായിരിക്കണം? ഒബ്സർവറുടെ നേരെ ആയിരിക്കണം. അത് ഈ സോളിഡ് വെഡ്ജ് സൂചിപ്പിക്കുന്നത് അത് ഒബ്സർവറുടെ നേരെ ഉള്ള ബോണ്ടാണ്, അല്ലെങ്കിൽ ആ ഡയറക്ഷനിലുള്ള ബോണ്ടാണ് എന്നാണ്. ഡാഷ്ഡ് വെഡ്ജ് ആണെങ്കിൽ അത് ഒബ്സർവറിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്കുള്ള വെഡ്ജാണ്. അപ്പോൾ ഒരു മോളിക്കൂൾ, ഒരു മീഥെയ്ൻ മോളിക്കൂൾ സിമ്പിളായിട്ട് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. 2 എണ്ണം നമ്മൾ സിംഗിൾ ലൈൻ ഉപയോഗിച്ചിട്ട്, ഡാഷ് ഉപയോഗിച്ചിട്ട് കാണിക്കും. അത് 2ഉം ആ പേപ്പറിലായിരിക്കും. ആ പേപ്പർ ഞാനിങ്ങനെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ കുത്തനെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പേപ്പറിലായിരിക്കും 2 ബോണ്ട്. ഒരു ബോണ്ട് അപ്പുറത്തേക്ക്, അത് ഡാഷ്ഡ് വെഡ്ജ് ആയിരിക്കും. ഒരു ബോണ്ട് എൻ്റെ നേരെ ആയിരിക്കും. അത് എന്തായിരിക്കും? സോളിഡ് വെഡ്ജ് ഉപയോഗിച്ചിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? 3D. ഇത് പൊതുവേ എക്സാമിന് ക്വസ്റ്റ്യനിൽ ഇത് പൊതുവെ വരാറില്ല. അതുകൊണ്ട് പക്ഷേ എങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമ്മൾ പേപ്പർ ഇങ്ങനെ വെക്കുകയാണെന്ന് വിചാരിക്കുക. ഇങ്ങനെ വെക്കണമെങ്കിൽ സോളിഡ് വെഡ്ജ് റെപ്രസെൻറ്റ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ. ഇപ്പോൾ പേപ്പർ ഇങ്ങനെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആയിരിക്കും നമ്മൾ സോളിഡ് വെഡ്ജ് ഉപയോഗിക്കുന്നത്. അണ്ടർ ദി പ്ലെയിൻ നോക്കൂ, ബിലോ ദ പ്ലെയിൻ എന്തായിരിക്കും? ഡാഷ്ഡ് വെഡ്ജ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. എന്തായിരിക്കും? മറ്റേ 2 ഇവിടെ തന്നെ ആയിരിക്കും. ബാക്കി 2 ബോണ്ട് എവിടെ തന്നെ ആയിരിക്കും? ഇവിടെ തന്നെ ആയിരിക്കും ബോണ്ട്, ആ പേപ്പറിൽ തന്നെ ആയിരിക്കും. മുകളിലേക്കും താഴത്തേക്കും നമുക്ക് പേപ്പർ ഇങ്ങനെ ചരിച്ചാണ് വെക്കുന്നതെങ്കിൽ സോളിഡ് വെഡ്ജ് നമ്മൾ എന്തായിരിക്കും? മുകളിലേക്കുള്ള ബോണ്ട് കാണിക്കാനും താഴത്തേക്കുള്ള ബോണ്ട് കാണിക്കാനും ഡാഷ്ഡ് വെഡ്ജ് ഉപയോഗിക്കും. അതിൻ്റെ ബേസിക് പോളിസിയാണ് നമ്മൾ പറയുന്നത്. ഇങ്ങനെ 3 ഡയമെൻഷണലായിട്ട് ആ ആറ്റംസിൻ്റെ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് അതെങ്ങനെയാണ്, ഓരോന്ന് എത്ര അകലത്തിലാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ 3 സ്ട്രക്ചറിലും അങ്ങനെ അകലമൊന്നും മനസ്സിലാകില്ലല്ലോ, ഓരോന്നും എവിടെയാണെന്നൊന്നും മനസ്സിലാകില്ലല്ലോ.
കണ്ടൻസ്ഡിലും അതുപോലെ തന്നെ ബോണ്ട് ലൈൻ സ്ട്രക്ചറിലൊന്നും അങ്ങനെ മനസ്സിലായില്ല. ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് ആറ്റംസ് എവിടെയാണ്, അതിൻ്റെ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് എവിടെയാണ്, സ്പേസിൽ എവിടെയാണ് അത് ഓരോ ആറ്റംസും ഒക്യുപ്പൈ ചെയ്തിരിക്കുന്നത് എന്നൊരു ഐഡിയ കിട്ടാനായിട്ട് നമുക്ക് എന്ത് ഉപയോഗപ്പെടും, ഈ പറഞ്ഞ 3D സ്ട്രക്ചർ ഉപയോഗപ്പെടുത്തും. അപ്പോൾ ഈ 4 എണ്ണമാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രക്ചറൽ റെപ്രസെൻറ്റേഷൻ. കംപ്ലീറ്റ് സ്ട്രക്ചർ, കണ്ടൻസ്ഡ് സ്ട്രക്ചർ, ബോണ്ട് ലൈൻ സ്ട്രക്ചർ, 3D സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ ഇത് 4 ശരിക്കും അറിയാമെന്നുള്ളത്. ഇത് വിഷ്വലൈസേഷൻ കുറേ ആവശ്യമായത് കൊണ്ടിട്ടാണ് ശരിക്കും ഈ ഓർഗാനിക് കെമിസ്ട്രിയുടെ പഠനത്തിന് വേണ്ടിയിട്ട് ചില മോളിക്കുലാർ മോഡൽസ് അവൈലബിൾ ആണ്. മോളിക്കുലാർ മോഡൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫിസിക്കൽ ആയിട്ടുള്ള പിന്നെ ടോയ്സ് ഒക്കെ പോലെയുള്ള ഫിസിക്കൽ അപ്പാരറ്റസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. മോളിക്കുലാർ മോഡൽസ് അത് പ്ലാസ്റ്റിക്കിനകത്ത്, മെറ്റൽസിനകത്ത് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ആമസോണിലൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ അത് പ്രധാനമായിട്ടും 3 തരത്തിലാണ് ഉള്ളത്. ഫ്രെയിം വർക്ക് മോഡലുണ്ട്, ബോൾ ആൻഡ് സ്റ്റിക്ക് മോഡലുണ്ട്, സ്പേസ് ഫില്ലിംഗ് മോഡലുണ്ട്. ഇത് 3 തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഈ ഫ്രെയിം വർക്ക് മോഡലിനകത്ത് ബോണ്ടുകൾ മാത്രമേ കാണിക്കുകയുള്ളൂ. പക്ഷേ ബോൾ ആൻഡ് സ്റ്റിക്ക് മോഡൽ ഇതാണ് പൊതുവേ ടീച്ചേഴ്സ് നിങ്ങൾക്ക് ക്ലാസ്സിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്ക് മിക്കവാറും സ്കൂളുകളിലൊക്കെ ഇതുണ്ടാവും. ബോണ്ടിങ് ശരിക്കും മനസ്സിലാക്കി, ബോണ്ട് ആംഗിളൊക്കെ ശരിക്കും മനസ്സിലാകാനായിട്ട്, അതായത് ഈ ബോളുകൾ ഉണ്ടാവും, ആ പാക്കറ്റിനകത്ത് സ്റ്റിക്കും ഉണ്ടാവും. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ബോൾ ആൻഡ് സ്റ്റിക്ക് മോഡൽ. അതിനകത്ത് ആറ്റംസും റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്, ബോണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ബോണ്ട് മാത്രമേ ഉള്ളൂ കേട്ടോ, എല്ലാം ഒരേപോലത്തെ സ്റ്റിക്കുകളായിരിക്കും, ചെറിയ ചെറിയ പീസുകളായിരിക്കും. ആ ബോണ്ട് ആംഗിളൊക്കെ മനസ്സിലാകാൻ ഇത് മതിയാവും, ബോണ്ട് ആംഗിളൊക്കെ മനസ്സിലാക്കാൻ. പക്ഷേ അതിൻ്റെ ആറ്റംസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാകണമെന്ന് കാരണം ഇവിടെ ഒരു കളർ, ഇത് 4 വേറെ കളർ. അപ്പോൾ ഹൈഡ്രജൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു കളറായിരിക്കും, കാർബൺ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു കളറായിരിക്കും. ഇതിനാണ് നമ്മൾ ബോൾ ആൻഡ് സ്റ്റിക്ക് മോഡൽ. ഇത് ആമസോണിൽ ഇതൊക്കെ അവൈലബിൾ ആണ്. സ്പേസ് ഫില്ലിംഗ് മോഡൽ ഉണ്ട്, ഇതാ ഇങ്ങനെ ആയിരിക്കും. ഈ സ്പേസ് ഫില്ലിംഗ് മോഡലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആക്ച്വൽ സൈസ് നമുക്കൊരു ഐഡിയ കിട്ടും. ഓരോ ആറ്റംസും, ഈ ആറ്റത്തിൻ്റെ എത്ര ഇരട്ടിയാണിത്, അതിൻ്റെ എന്തുമാത്രം അകത്തേക്ക് ആ ബോണ്ടിങ്ങിൽ ആ മോളിക്യൂള് ആ എലമെൻറ്റ് ആറ്റം അങ്ങോട്ട് എൻ്റർ ചെയ്തിട്ടുണ്ടെന്നൊക്കെ കുറിച്ചിട്ട് ഒരു സ്പേഷ്യൽ പിക്ചർ, ആ മോളിക്യൂളിൻ്റെ സ്പേഷ്യൽ പിക്ചർ കിട്ടും. അതായത് അതിനകത്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആറ്റംസ് തമ്മിൽ കമ്പാരിറ്റീവ്ലി എന്തുമാത്രം സൈസ് ഡിഫറൻസ് ഉണ്ട്, അത് എന്തുമാത്രം സൈസിൽ കയറിയിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ സ്പേസ് ഫില്ലിംഗ് മോഡൽ പിന്നെ പർച്ചേസ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഇതുപോലെ ആമസോണിൽ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് കാണാം. ഇത് ബോളുകൾ, ഓരോ ബോളുകളും ഓരോ ആറ്റംസ് ആണ്. അവിടെ സ്റ്റിക്ക്, പിന്നെ ചെറിയ ചെറിയ കണക്ട് ചെയ്യുന്ന കണക്റ്റിംഗ് പീസസ് ഉണ്ട്, അത് വെച്ച് കണക്ട് ചെയ്യാൻ, ഡബിൾ ബോണ്ട് കണക്ട് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് പീസൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പൈ ബോണ്ട്, നോൺ ബോണ്ടിങ് നോൺ ഹൈബ്രൈസ്ഡ് ഓർബിറ്റിലൊക്കെ കാണിക്കാനായിട്ട് സെപ്പറേറ്റ് സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട്, എന്തിനാണ് ഇതൊക്കെ പിന്നെ മോളിക്കുലാർ മോഡലുകളൊക്കെ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല ഓർഗാനിക് കോമ്പൗണ്ടുകൾ ഒരുപാടുണ്ട്. ആ ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ പല പ്രോപ്പർട്ടികളും എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പല മെക്കാനിസംസും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ മെക്കാനിസംസ് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അത് എവിടെ കൂടിയാണ് വന്ന് വേറൊരു സ്പീഷീസ് വന്ന് അറ്റാക്ക് ചെയ്തത്, എങ്ങനെയാണ് റിയാക്ഷൻ നടന്നത് എന്നൊക്കെ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഈ മോളിക്യൂളുകളുടെ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ്സിനെ കുറിച്ച് നല്ല ഐഡിയ ഉണ്ടാണ്. അതുകൊണ്ടിട്ടാണ് പൊതുവേ ഇത് പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തരം മോളിക്കുലാർ മോഡൽസ് ഉപയോഗിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ എപ്പിസോഡിൽ ഈ കണ്ടൻസ്ഡ് സ്ട്രക്ചർ അതുപോലെ തന്നെ ബോണ്ട് ലൈൻ സ്ട്രക്ചർ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ബോണ്ട് ലൈൻ സ്ട്രക്ചർ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ബോണ്ട് ലൈൻ സ്ട്രക്ചറുകൾ ഒരുപാടുണ്ടാവും. അപ്പോൾ അത് മനസ്സിലായാൽ മാത്രമാണ് നമ്മൾ പഠിച്ച കാര്യമാണെങ്കിൽ കൂടി നമുക്ക് വൃത്തിയായിട്ട് ആൻസർ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റേഴ്സിനകത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത് ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം എന്നറിയാമോ, ഇത് വലിയൊരു ടോപ്പിക്കാണ്. ഒരു കാരണവശാലും +2 ഓർഗാനിക് കെമിസ്ട്രി നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നരുത്. അതിന് +1 അതിൻ്റെ ബേസിക് കൺസെപ്റ്റുകൾ മൊത്തം തറവായി കഴിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? സോ ബാക്കിയുള്ള ടോപ്പിക്കുകളുമായിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണാം. വീഡിയോയ്ക്ക് കമൻറ്റ് ഇടാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിന് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. ഡൗട്ട് വല്ലതും എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി. ഉത്തരങ്ങൾ കമൻറ്റ് ബോക്സിൽ റിപ്ലൈ കിട്ടുന്നതാണ്. ക്ലിയർ ആണല്ലോ? സോ ബാക്കിയുള്ള ടോപ്പിക്കുകളുമായി നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.